ചാപ്റ്റർ 3 അധ്യായ 3 ശബ്ദജിൻ. ചാപ്റ്റർ 3-ലെ രണ്ടാമത്തെ ശബ്ദചിഹ്നമാണ്. ഒരു ശബ്ദചിഹ്നം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ശബ്ദചിഹ്ന. ആ ബായം സേ ദായേം ഊപ്പർ സ്മോൾ ഡാഷ്. ലൈറ്റാണ് കേട്ടോ, ലൈറ്റ്. ഹോ, ഇത് ഊപ്പർ ഹോ ലൈൻ पर. होम लाइन का नीचे. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ऊपर लाइन पर लाइन का नीचे. आ हो होम. आएगा गा लाइन का ऊपर. होगा लाइन पर. കണ്ടില്ലേ? ഇപ്പോൾ ആയേക നമ്മളെ വവലൊന്നും ഇടരുത്. ഹോഗാന്ന് എച്ച് ഹാവൊന്നും എഴുതാൻ പാടില്ല. दूसरा दूसरा പറഞ്ഞാൽ റാ लाइन का ऊपर. रहा लाइन पर. हो रहा लाइन काट लेते हैं. കണ്ടോ? above the line, on the line, through the line. above the line, on the line. ഇത് through the line അല്ല, below the line. above the line, on the line. ഇനി जहाँ यहाँ जहाँ हा ऊपर लाइन का ऊपर. तहाँ हारेगा लाइन पर. हुआ हारेगा लाइन काट लेते हैं. ऊपर लाइन पर ലൈൻ കാട്ടെ. എബവ് ദി ലൈൻ, ഓൺ ദി ലൈൻ, ത്രൂ ദി ലൈൻ. വരയുടെ മുകളിൽ, വരയിൽ, വരയിൽ കൂടി. കഹ, ഇവിടെ നോക്കൂ, ഡൗൺവേഡ് ഹാവാണ്. ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. സർക്കിൾ ഇപ്പുറത്താണ്. കഹ, ഈ ഹാവ് വ്യത്യാസമുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ്, ഇതൊക്കെ താഴ്ത്തുന്ന മുകളിലോട്ടാണ്. നീച്ചേസേ ഊപ്പർ, നീച്ചേസേ ഊപ്പർ. ഇതർ നീച്ചേസേ ഊപ്പർ. റാ എന്നൊക്കെ പറയുമ്പോൾ ആറൊക്കെ നീച്ചേസേ ഊപ്പറാണ്. അതൊക്കെ നമ്മളെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇത് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. കഹ ഊപ്പർ. കഹി ലൈൻ पर. നഹി ലൈൻ ത്രൂ ദിൽ കാട്ട് ലിഖ്തേ ഹേ. കണ്ടോ? നാ ഒന്നും വേണ്ട, നമ്മൾ ഷോർട്ട് ഹാൻഡാണ് പഠിക്കണത്, അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് എഴുതണേ. ഇവിടെ നോക്കൂ, കാ എഴുതിയിട്ടില്ല, നാ എഴുതിയിട്ടില്ല, ഇവിടെ താ എഴുതിയിട്ടില്ല, ഹോഗാന ഹോ എഴുതിയിട്ടില്ല, ഒന്നിനും സ്വരവും ഇല്ല, വവലും ഇല്ല. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണിത് പഠിക്കേണ്ടത് അല്ലേ? ഇനി ഇതൊക്കെ ഊപ്പർ, നീച്ചേസേ ഊപ്പർ, നീച്ചേസേ ഊപ്പർ, എബവ് ദി ലൈൻ, ഓൺ ദി ലൈൻ, ത്രൂ ദി ലൈൻ. ആ ഓർ, ഇത് ഡൗൺവേഡാണ്. നീച്ചേസേ ഊപ്പർ സേ നീച്ചെ ആർ. ഇത് നീച്ചേസേ ഊപ്പർ, ഇത് ഊപ്പർ സേ നീച്ചെ. ലൈൻ കാ ഊപ്പർ. ഇധർ ലൈൻ पर. ഉദർ ഉദാഹരണം. രണ്ടെണ്ണത്തിനും കൂടി ഒരെണ്ണേ ഉള്ളൂ. ലൈൻ കാട്ട് ലിഖ്തേ ഹേ. അപ്പോൾ ഊപ്പർ ലൈൻ पर ലൈൻ കാട്ട്ते हैं. ആറ് തന്നെയാണ് ഡൗൺവേഡ് ആറ്. നീച്ചെ ആർ, ഊപ്പർ ആർ. കണ്ടോ? പൊസിഷൻ എബവ് ദി ലൈൻ, ഓൺ ദി ലൈൻ, ത്രൂ ദി ലൈൻ വരുമ്പോൾ അർത്ഥം തന്നെ മാറും. അപ്പോൾ ഇതൊക്കെ നല്ലോണം പഠിക്കുക. മാക്സിമം ശബ്ദചിഹ്നം മാത്രമായിട്ട് ഒരു ബുക്കിൽ പേജിൽ എഴുതി വയ്ക്കുക, എല്ലാ ശബ്ദചിഹ്നം. അപ്പോൾ ഇത് രണ്ടാമത്തെ സെറ്റാണ് പഠിക്കണേ. അപ്പോൾ എല്ലാ ശബ്ദചിഹ്നം കൂടി ഒരു ഭാഗത്ത് വരണ പോലെ എഴുതി വയ്ക്കണം. പ്ലീസ് പ്രാക്ടീസ് ഡെയിലി ശബ്ദചിഹ്നം, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഒരു പ്രത്യേക നോട്ട് കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ആയേഗ, ഹോഗ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആയേഗി വരുമ്പോഴോ ഹോഗി വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനാൽ അവർ പറയുകയാണ്, ഇത് പുസ്തകത്തിലുള്ളതാണ്, ഇതൊക്കെ നോട്ട്ബുക്കിലുള്ളതാണ് കേട്ടോ. ലിംഗ് और वजन के कारण शब्दों के परिवर्तित രൂപ് ജൈസേ. ലിംഗമോ വചനമോ വ്യത്യാസപ്പെട്ട് വരികയാണെങ്കിൽ ആയേഗി, ഹോഗ. നമ്മളെന്താ പഠിച്ചത്? ആയേഗ, ഹോഗ എന്നൊക്കെയാണ് പഠിച്ചത്. ഹോഗി, ദൂസരി, ഹോരഹോ. ഹോരഹ പഠിച്ചു. ഹോരഹോ വന്നാലും ആദി മുതലായവ സംബന്ധിച്ച് ശബ്ദചിഹ്നവും ദ്വാരാ ഹി സംഗീത് കിയാ ജായേഗ. ഇത് തന്നെയാണ് മനസ്സിലാക്കി നമ്മൾ പറയണം. ലിംഗമായാലും സ്ത്രീലിംഗമായാലും പുരുഷലിംഗമായാലും ബഹുവചനമായാലും ഏകവചനമായാലും. ഇപ്പോൾ ഹോഗ, ഹോഗി, ഹോങ്കി, ആയേഗ, ആയേഗി എന്നൊക്കെ വരുമ്പോൾ അതനുസരിച്ച് സെൻറ്റൻസ് അനുസരിച്ച് നമ്മൾ ലിംഗത്തിന് സന്ദർഭം അനുസരിച്ച് നമ്മൾ മാറ്റി പറയണം, മനസ്സിലാക്കണം. അപ്പോൾ ഇത് നല്ലോണം പഠിച്ചവർക്കേ പറ്റുള്ളൂ. അപ്പോൾ ആയേഗ വരുന്നുണ്ട്, ഹോഗ, ആയേങ്കെ,
ഹോങ്കേ, ഹോഗ, ഹോഗി എന്നൊക്കെ വരില്ലേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ രഹ, ഹോ, ഹോ രഹ, ഹോ രഹി എന്നൊക്കെ വരാം. അത് ഓരോ സന്ദർഭത്തിൽ ഓരോ സെൻറ്റൻസ് വരുമ്പോൾ അങ്ങനെയായിരിക്കും വരണത്. പുരുഷലിംഗം, സ്ത്രീലിംഗം, ഏകവചനം, ബഹുവചനം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ ശബ്ദചിഹ്നം ഇതേപോലെ തന്നെ എഴുതണം. ആയേഗാന്ന് തന്നെ എഴുതണം എബൌവ് ദ ലൈൻ. എന്നിട്ട് ആ സെൻറ്റൻസ് വരുമ്പോൾ സ്ത്രീലിംഗമോ ബഹുവചനമൊക്കെ ആകുമ്പോൾ മാറ്റി പറയണം. അതിന് ഹിന്ദി കുറച്ച് പഠിക്കണം. നിങ്ങൾ പഠിച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിക്കൊള്ളണം. ഹിന്ദി സംസാരിക്കണം. കുറച്ച് ടെൻസൊക്കെ പഠിക്കുക, ഹിന്ദി വായിക്കാൻ നോക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതിൽ ടിപ്പണി എന്ന് പറയും, നോട്ട്. ഈ മാനക് ആശ്രബി പുസ്തകത്തിൽ ഉള്ളതാണ് ഈ ഭാഗങ്ങൾ. ഇനി അടുത്തത് അഭ്യാസ് 11. ഈ പഠിച്ച ശബ്ദചിഹ്നം കൊണ്ടാണ് അഭ്യാസ് 11 വരാൻ പോണേ. അപ്പോൾ പഠിച്ചവർക്കേ പഠിക്കാൻ പറ്റുള്ളൂ.